ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എത്ര ദിവസമായാലും നമ്മളിങ്ങനെ കണ്ടിട്ട് ഇന്ന് നമുക്കൊരു കല്യാണം കൂടാൻ വേണ്ടി വന്നേട്ടാ. നല്ല രസമുള്ള ഒരു സ്ഥലത്തേക്ക്, അഴീക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടോ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അഴീക്കോടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള ഒരു പള്ളിയായതുകൊണ്ട് ഓപ്പോസിറ്റ് കായലും എല്ലാം ഉണ്ടായിട്ട് നല്ലൊരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. നമ്മുടെ കസിൻ്റെ കല്യാണം തന്നെയായിരുന്നു. കല്യാണ കുർബാനയൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ നമ്മൾ ഹാളിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ നിന്നു കേട്ടോ. ഭാഗ്യം എന്ന് പറയണ പോലെ തന്നെ വലിയ ചൂടും ഉണ്ടായിരുന്നില്ല, മഴയുണ്ടായില്ല പോലത്തെ ഒരു നല്ലൊരു കാലാവസ്ഥയായിരുന്നേ. അതുപോലെ തന്നെ നമ്മള് കുഞ്ഞിക്കിളിയുടെ മൂഡ് നല്ല അടിപൊളിയായിരുന്നു. അതേ കുഞ്ഞു ചേച്ചിനെ നോക്കിക്ക് രണ്ട് ചേച്ചിമാരെയും പരിചയപ്പെട്ടിട്ട് അവിടെ പോയിട്ട് ആള് ഭയങ്കര ഡാൻസാണ്, ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് രണ്ടാൾക്കാരും അത് തന്നെയാട്ടാ. ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞിട്ട് നമ്മളുടെ കസിൻ തന്നെയാണ്, നമ്മളെ കസിൻ സിസ്റ്ററിൻ്റെ അവരുടെ ഫാമിലിയാണ്. അപ്പോൾ നമ്മളുടെ കസിൻസ് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് അധികം നേരം ഇവരായിട്ട് വർത്താനമൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു. 2-3 സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. നമ്മളിങ്ങനെ ഓരോ ഫംഗ്ഷന് പോകുമ്പോഴാണ് ഇവർ നമ്മുടെ കസിൻസ് ആണല്ലേ എന്നൊക്കെ പറയുന്നത്. പിന്നെയും പരിചയപ്പെടലും പുതിയ ബന്ധുക്കളെയും എല്ലാവരെയും നമ്മളിങ്ങനെ പരിചയപ്പെടുന്നതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ പള്ളിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് ഈ കുഞ്ഞു ചേച്ചി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നുണ്ട്. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം കമ്പനി അടിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു. സംഭവം പള്ളിയിൽ എന്ത് രസമാണെന്നറിയോ? പള്ളിയുടെ ഓപ്പോസിറ്റ് ഈ കായലക്കാരൻ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. പോണ വഴിക്ക് നോക്കി ഇത്തിലൊക്കെ ഇങ്ങനെ പോയി. നമ്മളെ വീട് ബീച്ച് സൈഡിലാണെങ്കിൽ പോലും, എൻ്റെ സ്വന്തം വീട് കേട്ടോ, ബീച്ച് സൈഡിലാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത്തിലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അവിടെ നല്ല പൊടിയായിട്ടുള്ള മണ്ണുകളാണല്ലേ. പോണ വഴി ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ്. സെയിൻറ്റ് തോമസിന്റെ ചർച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചത് നമ്മളുടെ സ്വന്തം അളിയൻ തന്നെയായിരുന്നു കേട്ടോ. കുഞ്ഞിക്കിലെ അവിടെ കൂടി ഇങ്ങനെ ബോട്ടും വഞ്ചിയൊക്കെ പോകണം, ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി തോന്നുന്നുണ്ട്. ഇങ്ങനെ നോക്കാതെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണായിരുന്നു കേട്ടോ ആള്. എനിക്കും ഇഷ്ടമായി, നല്ല രസം ഉണ്ടായിരുന്നു. ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര രസമായിരുന്നു അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും. എന്തായാലും ഓരോരോ പ്രദേശങ്ങളിൽ അതിൻ്റെതായ ഓരോരോ ഭംഗികൾ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രസം തന്നെയാണല്ലേ. അങ്ങനെ കല്യാണം കൂടി ക്ഷീണിച്ച അവസ്ഥയായി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.